പല ആൾക്കാരും കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോയുടെ X70 സീരീസ്. അതായത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. വിവോ X60 Pro Plusൻ്റെ ക്യാമറ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെയാണ് X70 സീരീസ് ഇട്ടുന്നപ്പോൾ ഭയങ്കര വലിയ ഹൈപ്പായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര വലിയൊരു ഫാൻ ബേസ് തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം മെയിനായിട്ട് അവർ X70 Pro Plus സീരീസിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ UAയിലും മലേഷ്യയിലും ഇന്ത്യയിലോട്ടും നമ്മുടെ X70 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ വിവോയുടെ X70 Pro Plusൻ്റെ ഒരു വീഡിയോ എൻ്റെ സുഹൃത്ത് ചാനലിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും ബാക്കി വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ഫോണാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ X70 Pro Plusൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. ഇനിഷ്യലായിട്ടുള്ള റിവ്യൂ ആണ്. നമ്മൾ ഇൻഡെപ്തിലായിട്ട് സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X70 Pro Plusൻ്റെ ബോക്സിംഗ് പാക്കേജ്. സോ എക്സാക്ട് നമ്മുടെ വിവോ X60ലും അതോടൊപ്പം വിവോ X50ലും കണ്ട അതേ സെയിം ബോക്സിംഗ് പാക്കേജ് ആണ്. നല്ല ബ്ലാക്ക് കളർ ബോക്സിംഗ് പാക്കേജ് ആണ്. സോ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടുമെന്ന് നോക്കാം. സോ ഫ്രണ്ടിലായിട്ട് തന്നെ X60 Pro Plus എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഒരു ക്യാമറയുടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ഫ്രണ്ടിലായിട്ട് തന്നെ സ്മാർട്ട് ഫോൺ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത് ഒരു TPU കേസാണ്. ഒരു ബ്ലാക്ക് കളർ TPU കേസാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുള്ളൊരു TPU കേസാണ്. വിവോയുടെയും സീസിൻ്റെയും ബ്രാൻഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. USB to Type-A കേബിൾ കിട്ടുന്നുണ്ട്. വിവോയുടെ ഒരു കാർഡ് യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. വിവോയുടെ തന്നെ നമ്മളൊരു TWSൻ്റെ ഇയർബഡ്സ് കിട്ടുന്നുണ്ട്. സോ ഇന്ത്യൻ വേരിയൻറ്റിൽ ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള TWSൻ്റെ ഒരു ഇയർബഡ്സ് ആണ്. 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. സോ ഇതാണ് നമ്മുടെ വിവോയുടെ X70 Pro Plus. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിട്ടുന്ന ഡിവൈസ് ആണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ബേസിലേക്ക് തന്നെ കിടക്കാം. മെയിനായിട്ട് നമ്മൾ ബിൽഡ് ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ക്യാമറ സെക്ഷൻ നോക്കിയിട്ട് പോകാം. കാരണം മെയിനായിട്ടും ഈ ഒരു ഫോണ് ക്യാമറ പെർഫോമൻസിലും അതോടൊപ്പം ക്യാമറയുടെ എന്താ പറയുക ഒരു ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് വിവോ X70 സീരീസ്. അത് നമ്മുടെ X60 Pro Plusനെ തന്നെ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വൈസാണ്. സോ നമുക്ക് നേരെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മൂവിങ് ടു ദ ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, നമുക്കൊരു 50 മെഗാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. PDAF-ഉം ലേസർ AF-ഉം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. രണ്ടാമതായി നമുക്ക് സെക്കൻഡറി കിട്ടുന്നത് 8 മെഗാ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ്. PDAF-ഉം OIS-ന്റെ 5x ഒപ്റ്റിക്കൽ സൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമതായിട്ട് കിട്ടുന്നത് 12 മെഗാ ടെലിഫോട്ടോ ക്യാമറയാണ്. അതിനകത്ത് നമുക്ക് 2x-ന്റെ ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 48 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഗിംബൽ സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് നല്ലൊരു ഗിംബൽ ഫോട്ടോസൊക്കെ അതോടൊപ്പം വീഡിയോസ് നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാനായിട്ട് സാധിക്കും. സോ മൂവിങ് ടു ദ ക്യാമറ ഫീച്ചേഴ്സ്, നമുക്ക് സീസിൻ്റെ ഒപ്റ്റിക്സ് കിട്ടുന്നുണ്ട്. സീസിൻ്റെ T-ലൈൻ സ്കോട്ടിങ് ലഭിക്കുന്നുണ്ട്. പിക്സൽ ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഡുവൽ LED ഡുവൽ ടോൺ ഫ്ലാഷ് HDR പനോരമ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ഫോണിൽ എടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ്. സോ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം 8K to 30 FPS വരെ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈറോ ES കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ വൈഡ് ക്യാമറയാണ് വരുന്നത്. ആ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K to 30 FPS വരെ ഫോണിൻ്റെ അകത്ത് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്, ഫോട്ടോസും വീഡിയോസും സാമ്പിൾസ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് വരിക.
തന്നെയാണ് വിവോ X70 Pro Plus. അതിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല കിടിലൻ ഒരു ഫോണാണ് വിവോയുടെ X70 Pro Plus ക്യാമറ വൈസ്. അതായത് നമ്മൾ നൈറ്റ് മോഡിൽ വീഡിയോ എടുക്കുന്ന ഒരു ഷോട്ട് നിങ്ങൾ കണ്ടു കാണും. ആ ഒരു നൈറ്റ് മോഡിൽ എടുക്കുന്ന ആ ഓരോ ഫോട്ടോസിനും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു നൈറ്റിലുള്ള എല്ലാം കറക്റ്റ് നല്ല വെട്ടത്ത് കിട്ടുന്ന പോലെ തന്നെ വിവോ X70 Pro Plus എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ക്യാമറ വൈസിൽ വളരെ നല്ല മികച്ച ഒരു ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ വരുമ്പോൾ DSLRന് പകരം നിങ്ങൾ മിക്ക ആൾക്കാരും ഉറപ്പായിട്ടും ഈ ഒരു ഫോൺ തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോഡി വൈസ് ഒന്ന് നോക്കാം, അതായത് ബിൽഡ് ക്വാളിറ്റിയും ബിൽഡും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. സോ ഈ ഒരു ഫോണിൻ്റെ ബോഡിയെ പറ്റി പറയുകയാണെങ്കിൽ 209 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് ഇനീഷ്യലി ഈ ഒരു ഫോണിന് വരുന്നത്. കളർ വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് 213 ഗ്രാമിലോട്ട് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പോകുന്നതാണ്. സോ ബാക്ക് ഒരു ലെതർ ഫിനിഷ് ഉള്ള ഫോണും അവൈലബിൾ ആണ്, അലൂമിനിയം ഫ്രെയിം ഉള്ള ഒരു ഫോണും അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ വെയിറ്റും കാര്യങ്ങളും മാറുന്നത്. സോ നല്ലൊരു വിവോയുടെ ബ്രാൻഡിങ് കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ IP68 വാട്ടർ റെസിസ്റ്റൻറ്റും കൂടെ ഈ ഒരു ബോഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ബോഡി വൈസ് നല്ലൊരു ഫോൺ തന്നെയാണ് വിവോ X70 Pro Plus. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് ഈ ഒരു ഫോണ് എന്താ പറയുക കറക്റ്റ് എക്സാക്ട് നമ്മുടെ ഷവോമി Mi 11 Ultra അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക OnePlus 8 Cyberpunk എഡിഷൻ കണക്കാണ്. അതേ ബാക്ക് ക്യാമറ ഡിസൈനൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബിൽഡ് ക്വാളിറ്റിയിൽ. എനിവേ ബിൽഡ് ക്വാളിറ്റി X70 Pro Plusൻ്റെ വളരെ കിടിലായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറും പ്ലാറ്റ്ഫോമും പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റോറേജ്, റാം അങ്ങനത്തെ ഉള്ള ബാക്കി കാര്യങ്ങളും പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചസിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1B കളേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. 517 PPI ഡെൻസിറ്റിയും കൂടെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസും ബിൽഡ് ക്വാളിറ്റിയിലും നല്ലൊരു കിടിലൻ ഫോൺ തന്നെയാണ് വിവോയുടെ X60 Pro Plus. സോ ഈ ഒരു X70 സീരീസിലെ ഏറ്റവും മികച്ച ഒരു ഫോണാണ്. അൻഡുവിൻ്റെ ബെഗ്മാർ റിസൾട്ട്സിലൊക്കെ ഈ ഒരു ഫോൺ ഹൈ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. Android 11 ആണ് കിട്ടുന്നത്. നമുക്ക് ഒറിജിൻ വോയിസ് ആണ് റൺ ആവുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഫൺ ടച്ച് ോട്ട് മാറുന്നതാണ്. നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. സോ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫിംഗർ പ്രിന്റ് സെൻസറാണ്. നല്ല പെട്ടെന്ന് വയ്ക്കുമ്പോൾ തന്നെ തുറക്കുന്ന ഒരു രീതിയിലാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 888+ 5G പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5nm പ്രോസസ് ചെയ്തിരിക്കുന്ന പ്രോസറാണ്. അഡ്രീനോ 660 GPU പ്രോസറാണ് GPU ആണ് ഈ ഒരു ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും. സോ 512 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 12 GB റാം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റ് വരുന്നത് 12 GB റാമും 256 ആണ്. അതിൻ്റെയും കുറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 2K LTPO ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയും നല്ല വൈബ്രൻസി ആക്യുറസിയും കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 4500 mAh ബാറ്ററിയും കിട്ടുന്നുണ്ട്. 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസിലും ബാക്കി കാര്യങ്ങളെല്ലാം ഒരു കിടില ഫോൺ തന്നെയാണ് നമ്മുടെ വിവോ X70 Pro Plus. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോൺ വേണമെങ്കിൽ ഇതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ പ്രൈസിംഗ് ഒക്കെ ഇതുവരെയായിട്ടും വലിയ എത്തുപിടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ Realme 8 വീഡിയോ ചെയ്തപ്പോൾ 10,000 രൂപയെന്ന് പറഞ്ഞു, പക്ഷേ ലോഞ്ച് ചെയ്തപ്പോൾ 13,000 രൂപയായി. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. കാരണം ഇപ്പോൾ തായ്ലൻഡിൽ ഇറക്കുന്ന പ്രൈസ് ആയിരിക്കില്ല മലേഷ്യയിൽ ഇറക്കുന്നത്, മലേഷ്യയിൽ ഇറക്കുന്നതായിരിക്കില്ല UAE പ്രൈസ് ആയിരിക്കില്ല ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം Realme 8 വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക യൂറോപ്യൻ മണി കൺവേർട്ട് ചെയ്താണ് ഇന്ത്യൻ മണിയിലോട്ട് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് 10,000 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോഞ്ച് ചെയ്ത സമയത്ത് അവർ 13,000 ആക്കി. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എക്സാക്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോൾ തന്നെ കുറേ കമൻറ്റ് നീ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലോട്ട് നോക്കുക. ഇതിൻ്റെ റാം വേരിയൻറ്റ് സഹിതം ഞാൻ പ്രൈസ് എഴുതിയിട്ടുണ്ട്. അപ് ടു ഡേറ്റ് ആയിരിക്കും. ഞാൻ ഓരോ ദിവസവും അതിൻ്റെ എന്താ പറയുക പ്രൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കുറേ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവരൊന്ന് ഫോളോ ചെയ്യുക. ട്വിറ്ററുള്ളവർ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് ഉള്ളവർ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായാലും പോയി നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം. ബൈ ബൈ.